വലിയ കാര്യങ്ങളൊക്കെ പറയും, തത്വങ്ങളൊക്കെ പറയും. വലിയ ജ്ഞാനിയായിരിക്കും. പറയുന്നത് കേട്ടാൽ അറിവിൻ്റെ നിറകുടമാണെന്ന് പറയും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആചാരലോഹം. ഏതാ? നാലാമത്തെ ഉണ്ടോ? ആഹാ. അപ്പം തിണ്ണന്നർത്ഥിക്കുമർത്ഥം ത്രിദശഗമണമതിന്നേകുവാൻ തക്കവണ്ണം ത്രിദശഗണം 33 കോടി ദേവകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പം സ്വർഗത്തിലെ കാര്യമാണ് പറയുന്നത്. മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി, അപ്പം തന്നെ ആഗ്രഹിക്കുന്നതെന്തും തരുന്ന കൽപ്പവൃക്ഷവും കാമധേനവും കേട്ടിട്ടില്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മനസ്സിൽ വിചാരിച്ചാൽ മതി, പറയുക പോലും വേണ്ട, അപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ മുമ്പിൽ ഒരുക്കപ്പെടും, നൽകപ്പെടും. തിണ്ണെന്ന് ക്ഷണനേരത്തിൽ തന്നെ. തിണ്ണന്നർത്ഥിക്കുമർത്ഥം ത്രിദശഗണമതിന്നേകുവാൻ തക്കവണ്ണം വിണ്ണോർ നാട്ടിൽ തരിക്കൽക്കൊരു വിരുതഴുമെന്ന് ഈ വിധം കേൾവിയല്ലേ. ഏതാ? മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആചാര്യന്മാരൊക്കെ കഥകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പുരാണങ്ങളിൽ കൂടെ അല്ലേ? പക്ഷേ അത് കേട്ടുകേൾവി മാത്രമാ. കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോളൂ. മണ്ണിൽ താൻ, ഈ മണ്ണിൽ താൻ. മറ്റേത് വിണ്ണിലാകട്ടോ. മണ്ണിൽ താൻ ഭുക്തിയും മുക്തിയും. മുമ്പേ പറഞ്ഞില്ലേ, മുക്തി കിട്ടാതെ മുക്തി കിട്ടിയ രാവണന് കിട്ടി വരം. ഭഗവാൻ തന്നെ അവതരിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന വരം ഇങ്ങനെയുള്ളതാ. അഹങ്കാരിയാക്കും, ഉന്മത്തനാക്കും, അവസാനം പ്രകൃതി തന്നെ അവനെ നശിപ്പിക്കും. അതേസമയം മുക്തി കിട്ടിയാലോ അവൻ പരോപകാരാർത്ഥം ഇതം ശരീരം. ആർക്കെല്ലാം ഉപകാരപ്പെട്ടു അവർക്കെല്ലാം ഒരു കൃതജ്ഞത കാണുകയല്ലേ? അതെല്ലാം യശസ്സായി അവൻ പോയാലും നിലനിൽക്കും. ഇതിലേത് ജീവിതമാണ് നമുക്ക് വേണ്ടത്? ഭുക്തി. ആ വരം മതിയോ? ഭുക്തിയും മുക്തിയും ഇത് രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അല്ലാതെ എല്ലാം മായയെന്നും പറഞ്ഞ് തള്ളി കളയുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഭൗതികതത്തെ തള്ളിക്കൊണ്ടാണോ ശ്രീനാരായണ ദർശനം? അല്ല. മണ്ണിൽ താൻ ഭുക്തിയും മുക്തിയും അരുളും ഒര ഭൂരി മാഹാത്മ്യമേലും ഭൂരി തെക്കഞ്ഞ. എവിടെയെല്ലാം എന്തെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്, അതിനേക്കാൾ അധികമായ ഭൂരി മാഹാത്മ്യമേലുന്ന ആചാര്യൻ അല്ലേ? അതെങ്ങനെയുള്ളതാണ്? കണ്ണിൻ കോണാർന്ന് കാണും എന്ന് പറഞ്ഞാൽ നേരെ കൺമുമ്പിൽ തന്നെ പ്രത്യക്ഷമായി എന്നങ്ങ് അർത്ഥമാക്കിക്കോ. മറ്റേത് അങ്ങനെയല്ല. കാണണമെങ്കിൽ അയ്യോ എന്താ ഒരിടത്ത് പറയും പടിയാറും കടന്ന് അവിടെ ചെല്ലണമെന്ന്. ആറല്ലല്ലേ? അപ്പം എൻ്റെ താല്പര്യം മനസ്സിലായല്ല. നേരെ പ്രത്യക്ഷമായി കണ്ണിൻ കോണാർന്ന് കാണും ഗുരു പതകമലം സന്തതം ഞാൻ തൊഴുന്നേ. ഇനി 4 പറയുകയല്ല. ധീമാനാചാരലോഭം. വലിയ പണ്ഡിതനൊക്കെയാ, പക്ഷേ കാണിക്കുന്നത് മുഴുവൻ വിപരീതം. ആചാരലോഭം. പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ധീമാന് ബുദ്ധിയുണ്ടെന്നും പറഞ്ഞ് അവൻ മഹാനാകുക, കാണിക്കുന്നത് മുഴുവൻ വിലക്ഷണമായിട്ട്. ആചാരലോഭം. പറയുന്നത് പ്രവർത്തിക്കാനുള്ള ലോഭം, പിശുക്ക്. ധീമാൻ ആചാരലോഭം സുഭഗദൃഢ ശരീരന്. ചിലരെ കണ്ട എന്ത് സുന്ദരന്മാരാ, നല്ല ആരോഗ്യമുണ്ടല്ലേ. സുഭഗദൃഢ ശരീരൻ നമ്മളെല്ലാവരും കൊതിക്കുന്നതല്ലേ. അതിനെന്തെല്ലാമാ കാണിക്കുന്നത്? ജിമ്മിൽ പോകുന്നു, യോഗ സെൻറ്ററിൽ പോകുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ സർജറി നടത്തുന്നു, ലബ്ബ വിടുന്നു, പുട്ടിയിടുന്നു. നോക്കൂ, അങ്ങനെ ഒരു ശരീരം ഇനി ഉണ്ടായാലോ? ഊഹിച്ചോ? സുഭഗ ദൃഢ ശരീരന് കാമാപവാദം. അവൻ തോന്നിവാസത്തിന് പോകും. കിട്ടിയ ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും നല്ലത് ചെയ്യാനല്ല പോകുന്നത്, വേണ്ടാത്തതിന് കൊട്ടേഷൻ അല്ലേ? ശ്രീമാനിൽ ശ്രീമതം. അല്പ ഐശ്വര്യം ഉണ്ടായോ
ഉണ്ടായാലോ ശ്രീമതം. അല്പനൈശ്വര്യം ഉണ്ടായ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. സ്വയം പുകഴ്ത്തുക, ഞാനല്ലാതെ ആരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറയുക. ശ്രീമതം. ഐശ്വര്യം ഉണ്ടായാലും അതിൽ മതിക്കുകയാണ്. ശിക്ഷിത നിലവന്, എന്തെങ്കിലും ശിക്ഷണം കിട്ടിയവന്. ദുർവാര വൈദുഷ്യഗർവം എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാൻ ആരുണ്ടെന്നുള്ള ഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം തനിക്ക് താഴെയാ, താനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ദുർവാര വൈദുഷ്യഗർവം. വല്ല പഠിച്ചവനാണെങ്കിലോ എല്ലാവർക്കും മീതെയാണ് ഞാൻ, എല്ലാവരോടും ഒരു അവജ്ഞ. വൈദുഷ്യഗർവം. ഈ മട്ടോതുന്ന ദോഷം. നമ്മളെയൊക്കെ അല്പന്മാരാക്കുന്നത് എന്താണ്? ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിക. മുഴുവനൊന്നും വേണ്ടെന്നേ, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിരാലംബമാക്കുന്നു. നമ്മുടെ ആലംബം തന്നെ പോയി. നൂല് പൊട്ടിയ പട്ടം പോലെ പോയി. നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാനൻ ദേശികേന്ദ്രൻ. ഇതൊക്കെ ഓർത്തു നോക്കിയാ ഗുരു ഇങ്ങനെ വല്ലതുമായിരുന്നോ? ധീമാനായിരുന്നു, പക്ഷേ ആചാരരതനായിരുന്നു, ആചാര്യനായിരുന്നു. നല്ല ശരീരം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വരുന്നു ചെന്താർമങ്ങും മുഖം. പക്ഷേ അത് ധർമ്മസാധകം മാത്രമായി അല്ലേ? പരോപകാരാർത്ഥമിതം ശരീരം. ആയുസ്സും വപുസ്സും ധന്യത്വമോടെ ആത്മതപസ്സുല്ലേ. ആ വരികളൊക്കെ ഒന്ന് ഓർക്കുക. ശിക്ഷിതൻ, ദുർവാരം. എത്രയും വിനയം. ഏതാണ്? വിദ്യ ആർജിക്കും തോറും വിനയം വർദ്ധിക്കണമെന്നാണ്. ഗുരു അങ്ങനല്ലായിരുന്നു. പൊട്ടത്തരം പറഞ്ഞാലും ഇനി ഒരു തിരുത്തലൊക്കെ വരുത്തുന്ന എന്തിനാ? കൊച്ചാക്കാനാണോ? അല്ല, കറക്ഷൻ. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ മട്ടോതുന്ന ദോഷമൊന്നും, ഈ മട്ടോതുന്ന ദോഷമാണ് ബുദ്ധിമാനെയും പഠിച്ചവനെയും നല്ല ആരോഗ്യമുള്ളവനെ എല്ലാം നിരാലംബനാക്കിയത്. പക്ഷെ ഗുരുവിന് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭൂമാൻ. ആരാണ് ഈ ഭൂമാൻ? 10 ഏക്കർ ഭൂമിയുള്ളവനോ? ശ്രേഷ്ഠൻ, പൂർണ്ണത നേടിയവൻ. രാജാവെന്ന അർത്ഥം കേട്ടോ. രാജാവെന്ന് പറഞ്ഞാൽ അല്ല അല്ലേ? ആർജിക്കുക മാത്രമല്ലത് പാലിക്കുക കൂടി ചെയ്യുന്നവനും മറ്റുള്ളവർക്കെല്ലാമായി അതിലൂടെ രക്ഷയരുളുന്നവൻ. ഭൂമാനൻ ദേശികേന്ദ്രൻ. ആരാണ് ഈ ദേശികൻ? ഇവിടെ വഴികാട്ടി എന്നെടുത്തോ കേട്ടോ. വഴികാട്ടി, ദേശികേന്ദ്രൻ. ഏത് കാര്യത്തിലാണ് വഴികാട്ടി അല്ലാതുള്ളത്? നേരാം വഴികാട്ടും എന്നുള്ളത് നമുക്ക് പരിചിതമാണ്. പക്ഷേ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള സമസ്ത പ്രശ്നങ്ങൾക്കും വഴികാട്ടിക്കൊണ്ടിരിക്കുന്നു ദേശികേന്ദ്രൻ. പുനരിവയെ നിനച്ച്. ഇതൊക്കെ ഓർത്തു നോക്കിയാൽ കുമ്പിടാതിരിക്കാൻ തോന്നുവാ. അതുകൊണ്ട് ഓരോ ശ്ലോകവും ഇതെല്ലാം ഓർത്ത് കുമ്പിടുകയാണ്. ഇനിയുള്ളത് രസമാകട്ടോ. ആചാരം കാട്ടി അന്തർഗതം അപരമതാം ദൂർത്തരുണ്ടാ അസംഖ്യം. നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ആചാരം കാട്ടി നമ്മളിങ്ങനെ ആചാരഭ്രാന്തന്മാരല്ലേ? വിളക്ക് കത്തിച്ചില്ലേടി ഇവിടെ? വിളക്ക് കത്തിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു ചുമയും ഒരു കാർക്കിൽ തുപ്പലും. ആചാരമെല്ലാം പറയും. ആചാരത്തിനന്തർഗതമായിരിക്കുന്ന എന്താണ് തത്വങ്ങളെ മാനിക്കത്തുമില്ല. വിളക്ക് കൊളുത്താതെ ഒന്നും പറ്റത്തില്ല. പക്ഷേ ചെരുപ്പേ നിന്നോണ്ടേ കൊളുത്തോ? തീർന്നില്ലേ? ഏതിൻ്റെയും അന്തർഗതമായ മൂല്യത്തെ വെടിയും. പക്ഷേ ആചാരമൊട്ട് വിടുകയില്ല. ആചാരം കാട്ടി അന്തർഗതം അപരമതാം ദൂർത്തരുണ്ടാമസംഖ്യം. വാചാജ്ഞാനങ്ങൾ കോഷിച്ചിട്ടും ഒരു വികടാത്മാക്കൾ വേണ്ടതുണ്ടാം. ഗുരുവിൻ്റെ സന്നിധിയിൽ ഒരാൾ ഘോരഘോരം പ്രസംഗിച്ചു. അടുത്തിരുന്നയാളോട് ഗുരു മുഴിഞ്ഞത്രേ, ഈ പറങ്കിമാവ് പോലെയാണ് ഇയാൾ, നല്ലപോലെ പുഷ്പിക്കും, പറ്റേ ഒറ്റ കാ പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വാചാജ്ഞാനങ്ങൾ കോഷിച്ചിടാൻ നമ്മളാരും പുറകോട്ടല്ല.
പക്ഷെ പറയുന്നത് പ്രവർത്തിക്കുവോ? അതൊട്ടില്ല. ഇതിനെ വികടാത്മാക്കളെന്നാണ് പറയുന്നത്. വേണ്ടതുണ്ടാ. ആശാന്റെ പ്രയോഗം നോക്കിക്കോണം. ഇതൊക്കെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ഇതല്ലേ മുഴുത്ത ഒരെണ്ണം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനാ നമ്മളും അതിനകത്തുനിന്ന് മുക്തമാകുന്നില്ലെന്ന് ഇത് സ്വയം അംഗീകരിക്കുകയാണ്. അതിൽ നിന്ന് കരയേറുവാനുള്ള ഒന്നാമത്തെ തിരിച്ചറിവ് കേട്ടോ. ഇനി നോക്കൂ ഗുരുവിനെ പറ്റി. വൈചക്ഷണ്യം, വിചക്ഷണൻ, നല്ല ഈക്ഷണമുള്ളവൻ. വിശേഷമായി എല്ലാം വ്യക്തമായി കാണുകയും സംസാരിക്കുകയും കാട്ടിത്തരുകയും ചെയ്യുന്നത് വിചക്ഷണൻ. ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല കേട്ടോ, അതിൽ ഉറച്ചു നിൽക്കുന്നവൻ. വൈചക്ഷണ്യം, വിശുദ്ധാചരണം. വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ആചരണം. വിശദധി, വിശാല ബുദ്ധി. സത്യാസത്യങ്ങളെ തിരിച്ചറിയുന്നതാണല്ലോ ബുദ്ധി. നന്മതിന്മകളെ തിരിച്ചറിയുന്നതാണല്ലോ ബുദ്ധി. അതിൻ്റെ പരകോടിയിലാണ് ഗുരു. വിശദവൃത്തി ഇത്യാദിയേലുന്ന ആചാര്യൻ ദുർലഭം. ഇതുപോലെ വേറൊന്നിനെ ഇനി ലഭിക്കാൻ പോകുന്നില്ല കേട്ടോ. അതാണ് ഗുരു തന്നെ ഒരിക്കൽ പറഞ്ഞത് കേട്ടോ. കയ്യിലിരിക്കുന്ന കൽപ്പവൃക്ഷക്കണിയാണ് കേട്ടോ. ബാക്കി പറയുന്നില്ല. ഓർമ്മ വന്നല്ലോ. ആചാര്യം ദുർലഭം മദ്ഗുരു സമം. ഈ ഗുരുവിന് സമമായിട്ട് ഇനി ഒരാചാര്യനില്ല. ഇത് ഓർത്താ കുമ്പിടാതിരിക്കാൻ തോന്നുവോ? അത്രയേ ഉള്ളൂ. വേറല്ലോ വക്ത്രശോഭ. വക്ത്രം അത് വായെന്ന് മാത്രം നമ്മൾ എന്താണ് മുഖം എന്ന് മൊത്തത്തിലങ്ങ് എടുത്തോളൂ. വക്ത്രശോഭ എന്തൊരു ശോഭയായിരുന്നു. മമ ഗുരുവിന് വേറെന്നു മന്ദസ്മിതാഭ. ആ പുഞ്ചിരിയിലെ മന്ദസ്മിതാഭ, അതിൻ്റെ ആ എന്താ പറയുക, ആ മന്ദസ്മിതം. ശിശിരീ കുറുവതേ ശാന്തൈ കടാക്ഷൈ. അത്രയേ ഉള്ളൂ. വേറത്രേ ശിഷ്യവാത്സല്യവും. പല സ്വരത്തിൽ, പല സ്വഭാവത്തിൽ, പല സംസ്കാരത്തിൽ, അല്ലേ, പല അറിവിൽ, പല നിലയിൽ ഒക്കെ ഉള്ളവരൊക്കെ ശിഷ്യന്മാരായിരുന്നു. ആർക്കും ആ സന്നിധിയിൽ അന്യഥാബോധം തോന്നുമായിരുന്നില്ല. ഇത് ഗുരുവിൻ്റെ മാത്രം. മറ്റേതങ്ങനല്ല. ചട്ടങ്ങളുണ്ട്, വഴക്കങ്ങളുണ്ട്, അത് പാലിക്കുന്നവൻ മാത്രം. ഇതങ്ങനല്ല. ആർക്കും ഒരന്യഥാബോധം തോന്നുമായിരുന്നില്ല. വേറത്രേ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യല്ലേ, ഇത് വേറിട്ട് തന്നെയാണ്. ശിഷ്യവാത്സല്യവും ഇവയെ വിശേഷിച്ചു ചിന്തിച്ചു മോദാൽ. അനുഭവിച്ച കാര്യമാണേ. ആദ്യ പാദത്തിൽ പറഞ്ഞ കാര്യം മറന്നുപോയോ? എങ്ങനെയാണ് കുമാരു അരൂപുറത്തെത്തിയത്? എങ്ങനെയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്? അനുഭവിച്ചെഴുതുന്നതാണ്. വേറത്രേ ശിഷ്യവാത്സല്യവും ഇവയെ വിശേഷിച്ചു ചിന്തിച്ചു മോദാൽ കൂറാർന്നുള്ള തിലേന്തി. ഒരിക്കലും അത് വിടില്ല കേട്ടോ. ചിലയിടത്തൊക്കെ എഴുതി വച്ചിരിക്കുന്ന ആശാൻ എന്താണ് ഗുരുവിൽ നിന്ന് അകന്നു, അല്ലേ? അതിൻ്റെ ശാപമാ അവിടെ പോയി മുങ്ങിയതെന്ന് വരെ. അത് കേട്ടും ചിരിക്കാൻ നമ്മുടെ കൈയടിക്കുക. പല ആലങ്കാരികമായിട്ട് പ്രസംഗിക്കുന്നതിനൊക്കെ കൈ അങ്ങനല്ല. കുറച്ചുകൂടി വിവേകത്തോടെ വേണം നമ്മൾ ഇതിനെയൊക്കെ വിദ്വൽ ജനങ്ങൾക്ക്. പണ്ഡിതന്മാർ ആ സന്നിധിയിൽ ചെന്നു. അവർക്ക് തോന്നുന്നത് വിദ്വാൻമാർക്ക് ഞങ്ങളെക്കാൾ, അല്ലേ, തങ്ങൾക്കും വിദ്വത്വം നൽകുന്നയാൾ, അല്ലേ, എല്ലാം അറിഞ്ഞെന്നും എല്ലാം അറിവുള്ളവനെന്നും ഒക്കെ ഭാവിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് തിരിയും, അയ്യോ ഇവിടുന്ന് ആർജിക്കാനേ ഉള്ളൂ, അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല. വിദ്വൽ ജനങ്ങൾക്ക് അവിടുന്ന് വിദ്വാനായിരുന്നു. അലസനായവർക്കും അജ്ഞർക്കും ഒതിച്ചിരെ പാടാ മനസ്സിലാക്കാനില്ലേ. അലസൻ എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യം ഗുരു കാണിച്ചിരുന്നു. ഒരിക്കൽ സി കേശവൻ ഗുരുവിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഏതാ
ഒരു സ്വാതന്ത്ര്യത്തിലുള്ള ഒരു പൊട്ടിത്തെറി. കിഴക്കൊന്നുമല്ല കേട്ടോ. ഇവിടെ കുറേ എണ്ണം ചടഞ്ഞ് കൂടിയിട്ടിരിപ്പുണ്ട്. അവിടെ ഈ എന്താ ചുക്കിൽ പിടിച്ച് കിടക്കുക, എന്താ നെയ്ത്തുശാലയൊക്കെ പണിയെടുപ്പിക്കണം അന്തേവാസികളെ കൊണ്ട്. ഇപ്പോഴും ആ മന്ദസ്മിത പറഞ്ഞ വാക്കുകൾ എന്തോ പണിയെടുപ്പിക്കാൻ നോക്കിയാൽ അവസാനം ആരും ഉണ്ടാവില്ല, എല്ലാം വിട്ടുപോകും. പക്ഷെ അവിടെയും കാത്തിരിക്കുക, മാറും അല്ലേ? ഇനി അതല്ല, അലസനാണെങ്കിൽ പോലും അവനിലും കാണും എന്തെങ്കിലും ഒരു നന്മ. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നുവാണെങ്കിലും കള്ളം വന്ന് നോക്കുമ്പോൾ ഇവിടെ ആളുണ്ടടാ പോയേക്കാവെന്നും പറഞ്ഞ് പോകുകയല്ലേ. ഏട്ടാ, നമ്മളിതറിയുന്നു. നമ്മൾ ദോഷം മാത്രമേ കാണുന്നുള്ളൂ, ഇരുന്ന് തിന്നുന്നു. ദൈവമേ, അയ്യോ, ഗുരുതുല്യനായ ഒരു സ്വാമിജി പറഞ്ഞു കേട്ടതാ. ഈറോടെ അങ്ങേരോട് പറയുമോ, ഇത്രയും പേരുണ്ട് ഇവിടെ, ഇത്രയും സ്വത്തമുണ്ട്, അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ ചെയ്യാൻ മേലെ, അതല്ലേ ഇതല്ലേ. ഓ, നിങ്ങളൊക്കെ എന്നതോ ചെയ്യുന്നത്? അപ്പൊ സ്വാമി പറഞ്ഞു, എടോ, എന്നാ പൊട്ടനോ ചട്ടനോ ആട്ടടാ, ഇങ്ങനെ വേഷം ധരിച്ച് ഇങ്ങനെ ഇരിക്കാൻ ആളുള്ളത് കൊണ്ട് ഇത് നിലനിന്ന് പോയില്ലേടാ. ഇനി എൻ്റെ മക്കളൊക്കെ ഇനി വാ, നിങ്ങളുടെ പിന്നാലെ വാ. നല്ല മറുപടിയല്ലേ അത്? അർത്ഥമുള്ള മറുപടിയാണ്. അതുകൊണ്ട് എന്നാ ഇരുണ്ടിരുന്നാലും ഉള്ളതുകൊണ്ടൊരു ഇത്രയേ ഉള്ളൂ, അവിടെയും നന്മ കാണണം കേട്ടോ. ഒരു ചെറിയൊരാഗ്രഹമില്ല, ഇച്ചിരി കൂടെ ഗെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. പറയുകയല്ല കേട്ടോ, എന്നാലും തോന്നുന്നില്ലേ. അലസരലസരായോർക്കും അജ്ഞർക്കും അച്ഛൻ. ഈ അറിവില്ലാത്തവരുടെ ഇടയിൽ ചെന്നിട്ട് പാണ്ഡിത്യം വിളമ്പാൻ ശ്രമിക്കുമായിരുന്നു. ആ അറിവില്ലാത്തവരുടെ ആ തലത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരികയാണ് അജ്ഞനായി നടിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മഹാപണ്ഡിതനായിരുന്നെന്ന് ഒരജ്ഞാനിക്ക് തോന്നുമായിരുന്നില്ല. അവർക്കും തോന്നുന്നത് തങ്ങളോടിപ്പം ഗുരു തന്നെ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, എളിയോർക്കിണങ്ങി നിൽക്കും. എവിടെയാ? എഴുതി നിറച്ച് എളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതൽ. ഇത് ഗുരുവിനെ തന്നെ ഗുരു പറയുന്നതാണെന്ന് അങ്ങ് ധരിച്ചു. ബാക്കിയൊക്കെ ചിന്തിച്ചെടുത്തോളുക. സദ്യോഗീന്ദ്രർക്കു യോഗീശ്വരൻ അധ സകല ജ്ഞാനിനാം ജ്ഞാനിവര്യൻ. സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവരനെന്ന് അമ്പിൽ ഞാൻ കുമ്പിടുന്നേ. ചെന്തോർമങ്ങും മുഖം, ഇങ്ങോട്ട് നോക്കാതെ, ഇതുപോലല്ല. ചെന്തോർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം നൽപൊന്താരിൻ കാന്തി പൊങ്ങം പ്രഭയുടെ. ഗുരുവിൻ്റെ ശരീരത്തെ നല്ല രോമം, തഴച്ച രോമം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പൊതയിട്ട് കാണുന്നില്ലേ? അപ്പം അത് നല്ല സൂര്യകിരണങ്ങൾ പോലെ തോന്നുമായിരുന്ന ആ വെള്ളി രോമാവലികൾ അല്പം നരയൊക്കെ കയറിയത്. അപ്പം ഇതുപോലെ ചെന്താർമങ്ങം മുഖം എന്ന് പറയുമ്പോൾ അതിന് തേരുന്ന ശരീരവും കൂടി ആകട്ടോ. സുവർണവർണം എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പൊ സൂര്യന്റെ കിരണങ്ങൾ പോലെ തോന്നുമായിരുന്ന രോമരാജി. ചെന്താർമങ്ങം മുഖം ചേതന നയനയുഗം, പറയേണ്ടതില്ല. ചാരു നെറ്റിത്തടം, വിശാല നെറ്റി എന്ന് പറഞ്ഞാൽ വിശാല ബുദ്ധി എന്നും കൂടെ അർത്ഥമാക്കിക്കൊള്ളണം. ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും. കൈ അങ്ങ് നീട്ടിയിട്ട് ഏതാണ്ട് 6 അടിക്ക് മുകളിൽ ഉയരമുണ്ടായിരുന്ന അത്രേ. കയ്യോ ജാനുവോളം, മുട്ടനോളം കടന്നു കിടക്കുമായിരുന്നത്രേ. ആ ജാനബാഹു എന്നല്ലേ പറയുന്നത്, മുട്ടോളം കൈയെത്തുന്നു. ഇനി എല്ലാവരുടെയും പണി അവിടെ ചെന്നിട്ട് ഞാൻ കൈയിട്ടു. നമ്മളിതൊന്നും ചിന്തിക്കാറില്ലല്ലേ? നമ്മൾക്ക് ഇതൊന്നും കൗതുകമായതൊക്കെ കേട്ടോ. ചന്തത്തിൽ, അത് കാണുന്നത് തന്നെ ആ ഒരു രൂപം. ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുംഗഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. വിക്ഷേപം വൃത്തിയെല്ലാം
വിഷയവഴി ഇളക്കുമ്പോൾ വല്ലാതെ വാടാൻ തുടങ്ങി. 12:30 കഴിഞ്ഞു. വിഷയം അല്ലേ, ഇളക്കുന്നില്ലേ? വിക്ഷേപം. ആ വിക്ഷേപം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, അറിവ് കുറവ് കൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം അവിദ്യയ്ക്ക് അടിമപ്പെടുന്നതാണ് കേട്ടോ. അപ്പം ധൈര്യം ചോരും, ആത്മവിശ്വാസം പോകും, സംശയം തോന്നും എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുന്നിടത്തോട്ട് സകല ക്ഷുദ്രജീവികളും കടന്നുകൂടുന്നത് പോലെ അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ വാതലാണ് വിക്ഷേപം എന്ന് പറയുന്ന എന്താണ് അജ്ഞാനാവസ്ഥ കേട്ടോ. ഇതിനെ വേദാന്തപരമായിട്ട് നമ്മുടെ ശരദാനന്ദ സ്വാമിയൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുള്ളൂ. ഇപ്പം നമുക്ക് സാധാരണ അല്ലേ പ്രഥമമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വൃത്തി, വൃത്തി ശുചിത്വം അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, പ്രവൃത്തി. അത് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ആന്തരവൃത്തിയുണ്ട്, ബഹിർമുഖ വൃത്തിയുണ്ട് കേട്ടോ. വിഷയ വഴി ഇളക്കുമ്പോൾ വല്ലാതെ വാടൂല്ലേ. പ്രവൃത്തികൾ നമ്മെ സകല കർമ്മങ്ങളിലൂടെ ആ സത്യത്തെ അറിയുക, സകല കർമ്മങ്ങളിലൂടെ ആ ആനന്ദത്തെ അനുഭവിക്കുക. ഇത് വേദാന്തം പറയും. പക്ഷേ നമ്മളോ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇതെല്ലാവരും കാണുന്നുണ്ടോ, ഇതെല്ലാവരും കേൾക്കുന്നുണ്ടോ, ഇതെല്ലാവരും അറിയുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. തീർന്നില്ലേ? ഏത് കാര്യമാണ് നമ്മൾ ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്നത്, തൃപ്തിയോടെ ചെയ്യുന്നത്? പൂച്ച പാല് കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? കട്ട് കുടിക്കുകയാണെന്ന് അതിനറിയാം. നിന്ന് ഇങ്ങനെ ഓമ എഴുന്ന് നിന്ന് ഏത് സമയവും അടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നുള്ള ആ കുടി. അതുപോലല്ലേ നമ്മുടെ പല പ്രവൃത്തി. ഇവിടെ ഇരിക്കുന്നതോ ഇപ്പം അണ്ണൻ വന്ന് കാണും TMSന്, ആളില്ലെങ്കിൽ ഇപ്പം കാണാൻ താണ്ഡവം. ശൂന്യാ പറയുന്നത് എവിടെയാ സമാധാനം നമുക്ക്? അപ്പം അതൊക്കെ പോട്ടെ, ഇത് പറഞ്ഞതേ ഉള്ളൂ. വല്ലാതെ വാടുന്ന മോക്ഷാർത്ഥിക്ക്, ഇനി മോക്ഷം അർത്ഥിക്കുന്നവനാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഹൃദി ഉൾക്കൊള്ളാന് സുഖ ഭഗവത് പാദരിത്യാദി തോന്നും. സുഖ ഭഗവത് പാദർ എന്ന് പറഞ്ഞാൽ പുരാണ ഋഷിമാരെന്ന് ഒരു പേര് പറയുന്നതേ ഉള്ളൂ കേട്ടോ. സുഖ ഭഗവത് പാദർ അല്ലേ, ഭാഗവതം എഴുതിയിട്ടുള്ളവരുണ്ട്, ധർമ്മ അല്ലേ സംഹിത രചിച്ചവരുണ്ട്, പൂർവ്വ ആചാര്യന്മാരെന്ന് ഒറ്റ വാക്കിലങ്ങ് കരുതിക്കോളൂ. ഇതൊക്കെ നമുക്ക് വാടിയ ആളുകൾക്ക് ആശ്വാസം നൽകാനുള്ള മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ഇത് വല്ലതും നമുക്ക് വഴങ്ങുമോ? അതിനുള്ള ക്ഷമയില്ല, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. ഇതൊക്കെ പഠിക്കാനാണെങ്കിൽ അവസരമില്ല. അന്നത്തെ നിലയ്ക്ക് പറയുകയാണ്, ഇതൊക്കെ കേട്ടാൽ എന്താണ് ചെവിയിൽ എന്താ വാരക്കൊഴിക്കുമെന്ന് അതുകൊണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ സന്ദേഹവും തോന്നിടും അപരിചയം കൊണ്ട്. ഇതൊന്നും അറിയാനോ പാലിക്കാനോ അപരിചയം കൊണ്ട്, നമ്മളെ അടുപ്പിക്കാത്തത് കൊണ്ടും നമ്മൾ അങ്ങോട്ട് അടുക്കാത്തത് കൊണ്ടും സ്വയം ഇത് ആർജിക്കാത്തത് കൊണ്ടും. തീർന്നില്ലേ നമ്മുടെയും കുഴപ്പം അത്. പക്ഷെ ഗുരു അതിനെ അതിവർത്തിച്ചു അല്ലേ. ഈ വിലക്കുകൾ വല്ലതും ഗുരുവിന് ബാധകമായോ? ചെവിയിൽ ആരെങ്കിലും ഈ ഒഴിച്ചോ എന്ന് മാത്രമല്ല, അവിടുന്ന് ആർജിക്കുവാൻ പണ്ഡിത ലോകം അങ്ങോട്ടാശ്രയിക്കുന്നതായി നാം കാണുന്നു. പക്ഷേ സന്ദേഹവും തോന്നിടും അപരിചയം കൊണ്ട്. നിരാശപ്പെടാൻ വരട്ടെ. പര്യാപ്തമായി മേ, എളിയോർക്കിണങ്ങി നിൽക്കുന്ന പര്യാപ്തമായി മേ, എനിക്ക് പര്യാപ്തമായ, ഞാൻ അജ്ഞാനിയായിരിക്കാം, വിജ്ഞാനിയായിരിക്കാം, ആരോഗ്യവാനായിരിക്കാം, അനാരോഗ്യവാനായിരിക്കാം, ഏത് തലത്തിലുള്ളവർക്കും ഭജിക്കുന്നവന് പര്യാപ്തമായി മേ, ഏത് തലത്തിലുള്ളവർക്കും പര്യാപ്തനായി. സാക്ഷാലുണ്ടിന്ന് നാരായണ ഗുരുപദമെന്ന് അമ്പിൽ ഞാൻ കുമ്പിടുന്നേ. ലോകം മുഴുവൻ ഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞ് ലോകരെല്ലാം ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ ഞാനും ഒന്ന് അംഗീകരിച്ചേക്കാം എന്നുള്ള നിലയിൽ രചിച്ചതാണോ ഇത്? നോക്കൂ, അരുവിപ്പുറത്തെ വിജനതയിൽ
ആരെയും ബോധ്യപ്പെടുത്താനല്ല, അല്ലേ? കണ്ടറിഞ്ഞ കണ്ടനുഭവിച്ച ആ ഗുരുവിനെ എത്ര സത്യസന്ധമായി, അല്ലേ, എത്ര ഭംഗിയായി. ഇനി ഇതിനൊരു രണ്ടാം ഘട്ടമുണ്ട്. പറഞ്ഞല്ലോ, യുക്തിയുക്തമായിട്ടാണ് ആശാന്റെ ഓരോ പ്രയോഗവും. അതിന് പിന്നിൽ കാണും ഒരനുഭവത്തിന്റെ പിൻബലം. ചിലപ്പോൾ ചില താരതമ്യങ്ങൾ കാണും. അതാണ് വിണ്ണോർ നാട്ടിലെ കാര്യങ്ങൾ വരെ പറയുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും